ഹലോ ഗൈസ്, സവിനേസെ സംവിധാനം ചെയ്തിട്ടുള്ള വാഴ 2 കണ്ടു കഴിഞ്ഞു. ഹൃദയം നിറയ്ക്കുന്ന, ഹൃദയം തൊടുന്ന സിനിമ എന്നൊന്നും എല്ലാ സിനിമകളെയും പറയാൻ പറ്റില്ല. പക്ഷെ വാഴ 2 സിനിമയെ തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിൽ ഞാൻ പെടുത്തും. കാരണം ഒരു നല്ല സിനിമ 2.25 മണിക്കൂർ സമയം കൊണ്ട് ഒരുപാട് പേരുടെ ലൈഫിലൂടെ നമ്മളെങ്ങനെ കൊണ്ടുപോയി അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയ ഒരു ഗംഭീരമായ സിനിമയാണ് വാഴ 2. വാഴ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് പേഴ്സണലി എനിക്ക് അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെയൊക്കെ എനിക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ വാഴ 2ന്റെ കാര്യം അങ്ങനെയല്ല. ഇതിനകത്ത് എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒരാളുടെ പേര് അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല. കിട്ടിയ അവസരത്തെ എല്ലാവരും ഒരുപോലെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതുമുഖ താരങ്ങളാണ്. പക്ഷെ ഒരു പതർച്ച പോലും ഇല്ലാണ്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ആൺപിള്ളേര് മാത്രമല്ല, അതിനകത്ത് പെൺപിള്ളേരൊക്കെ ഒരുപാട് പെൺപിള്ളേർ വരുന്നുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളായിട്ടുള്ളവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതിനകത്ത് പേഴ്സണലി നോക്കുന്ന സമയത്ത് ഒരു ലൈഫ് കിടപ്പുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ശരിക്കും നമുക്കൊരു ജീവിതത്തിനകത്തോട്ട് കയറി ചെന്ന പോലെയാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കഥാപാത്രങ്ങളുടെ ദുഃഖം, സങ്കടം, സന്തോഷം എല്ലാത്തിനകത്തും ഒരു ലൈഫ് കിടപ്പുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഫസ്റ്റ് ഹാഫ് വരുന്ന സമയത്ത് കുറേ തമാശകൾ വരുന്നുണ്ട്. സ്കൂൾ കാലഘട്ടം, അവരുടെ പ്രണയം, അവരുടെ കുറെ സൗഹൃദം, കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ട്രാക്ക് പതിയെ മാറി ഒരു ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു മൂവി അവസാനിപ്പിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിബ്ലിംഗ് ലവ് എന്ന് പറയുന്നതിന് ഏറ്റവും മനോഹരമായിട്ട് കാണിച്ചൊരു മൂവിയാണ് വാഴ 2 എന്ന് വരെ എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ബിജുക്കുട്ടൻ. പുള്ളിക്കാരന്റെ പെർഫോം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയും കാലം ഇദ്ദേഹം എവിടെയായിരുന്നെന്നാണ്. ഇത്രയും കാലം ബിജുക്കുട്ടൻ എന്ന് പറയുന്ന നടൻ എന്തുകൊണ്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടിയില്ല എന്ന് വരെ തോന്നിപ്പോയി. പലപ്പോഴും കണ്ണ് നിറയിച്ചിട്ടുണ്ട് ഈ സിനിമ. ഇതിങ്ങനെ കണ്ട് തുടക്കത്തിൽ കുറെ ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ട്രാക്കിൽ പോകുന്ന, പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും അവരുടെ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാണ്ടിരുന്ന തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു പോകും. സൗഹൃദം മാത്രമല്ല, അച്ഛൻ മകൻ ബന്ധമാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും ഏതെടുത്തു കഴിഞ്ഞാലും അതിനകത്തെല്ലാം നമ്മുടെ കണ്ണ് നിറയിപ്പിക്കുന്ന കുറച്ചധികം രംഗങ്ങൾ ഈ മൂവിക്കകത്തുണ്ട്. ശരിക്കും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കണ്ട് ഇതുപോലെ നമുക്ക് സന്തോഷിക്കുകയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ദുഃഖങ്ങളുടെ കൂടെ പോയിട്ട് കരയാനൊക്കെ പറ്റുന്നത്. സോ ഇതിന്റെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രായത്തിലുള്ള, അതായത് കൗമാര പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം ഈ സിനിമയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് സ്കൂളിലെ അധ്യാപകർ കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന ചില നെറികേടുകൾ ഈ സിനിമ എടുത്ത് കാണിച്ചത്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് കാണിക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളോട് വളരെ മോശമായിട്ട് പെരുമാറുക, അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്ത് അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് കുട്ടികൾ ലഹരി പോലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കുറേയധികം വാല്യുബിൾ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അൽഫോൺസ് പുത്രന്റെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ മൂവിക്കകത്ത് വരുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് ഈ സംഭവമൊക്കെ ചെയ്തു പോയി. പിന്നെ വിജയ് ബാബുവിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരന്റെ പെർഫോമൻസിൽ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് അത്. അജു വർഗീസ് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും സുധീഷിന്റെ കാര്യം എടുത്തു പറയാനുണ്ട്. അതേപോലെ കൃഷ്ണപ്രസാദ് പണ്ടൊക്കെ സിനിമകൾ സജീവമായിരുന്നു, ഇടക്കാലത്ത് വെച്ച് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും സജീവമായിട്ട് വരുന്നുണ്ട്. ആ കൃഷ്ണപ്രസാദിന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കണ്ടു. അങ്ങനെ രസകരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. ടെക്നിക്കലി അതേപോലെ തന്നെ ഗംഭീരമായിട്ട് ഇതിന്റെ എഡിറ്റിംഗ് എടുത്ത് പറയേണ്ട സംഭവമാണ്. ഗംഭീരമായിട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാ സൈഡും ഓക്കെയാണ്. ഇതിനകത്ത് എനിക്കൊരു നെഗറ്റീവ് ഒന്നും പേഴ്സണലി പറയാൻ പറ്റുന്നില്ല. നമുക്കൊരു സിനിമ കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വാഴ 2 കണ്ടിട്ട് ഇപ്പൊ നിൽക്കുന്നത്. സോ കൂടുതൽ പ്രശ്നങ്ങളൊന്നും പറയാൻ ഇതിനകത്തില്ല. ഏതായാലും ഈ ഒരു സിനിമ ഒരു 2.25 മണിക്കൂർ കണ്ടു കഴിഞ്ഞാലും ഒരു നഷ്ടമുണ്ടാക്കുന്ന സിനിമയല്ല. സമയനഷ്ടം ഉണ്ടാക്കില്ല. കുറെ ചിരിക്കാനുണ്ട്, കുറെ സന്തോഷിക്കാനുണ്ട്. അതേപോലെ തന്നെ കുറെ അധികം കഥാപാത്രങ്ങളുടെ ദുഃഖങ്ങളിലൂടെയും ജീവിതത്തിലൂടെയൊക്കെ നടന്നു പോവാനുണ്ട്. തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല സിനിമയായിരിക്കും വാഴ 2. ഇതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. പക്ഷെ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല കൂടുതലായിട്ട്. കാരണം നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ നല്ല സിനിമയാണ്. അതിനപ്പുറത്തോട്ട് കൂടുതൽ വിശദീകരിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് വാഴ 2.